ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻസൺ. സോ കിങ് ഓഫ് കൊത്തേൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സംഭവം പടം എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു കിടിലൻ ഗാങ്സ്റ്റർ ഉണ്ടാവും. ആ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡ്രഗ്സും കൈകാര്യം അങ്ങനത്തെ ഓരോ കൈകാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് വരുന്നു. ഈ പോലീസിനെ പച്ചയ്ക്ക് നാറ്റിച്ച് വിടും. ഈ നാറ്റിച്ച് വിടുമ്പോൾ ഇങ്ങേർക്ക് ചടപ്പായിട്ട് ഇങ്ങേര് ഇതിന് മുന്നേ ഉള്ള ഗാങ്സ്റ്ററിനെ വിളിക്കും. അതാണ് രാജു. ആ രാജു ആണ് DQ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പ്ലോട്ട് ആ ഒരു ഇതിൽ സ്റ്റോറി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്, അത്ര സുഖമുള്ള സ്റ്റോറീസ് ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അത് ഭയങ്കര അടിപൊളിയാണ്. DQ വരുന്ന സീനിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിസിൽ വിളിച്ച് അടിച്ച് പൊളിക്കാൻ തോന്നും. പിന്നെ അതേപോലെ ക്യാമറേൻ്റെ കൈകാര്യം, ക്യാമറ പോകുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തതും ഭയങ്കര ലൈക്കായി. കാരണം ഒരു ഫുട്ബോളിൻ്റെ ഒരു ഭാഗമുണ്ട്, അത് കാണിക്കുന്ന സ്റ്റാർട്ടിങ് ഉണ്ട്, എൻ്റെ മോനെ ഭയങ്കര അടിപൊളി. അതായത് ഇവർക്ക് നല്ല സ്റ്റോറി കിട്ടിയിരുന്നെങ്കിൽ ഇവർ അടിപൊളിയാക്കിയേനെ. ആ ഒരു ഫീൽ എനിക്ക് തോന്നി. കാരണം സ്റ്റോറി ഭയങ്കര ബാഡായിപ്പോയി. പിന്നെ വേറൊരു കുഴപ്പം എനിക്ക് തോന്നിയത്, ഇതിൽ കുറേ പുതുമുഖങ്ങളുണ്ട്. ഈ പുതുമുഖങ്ങൾ അഭിനയം ചിലതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. ഭയങ്കരമായിട്ട് അയ്യോ ഇവൻ അഭിനയിക്കാണ് എന്നൊരു ഫീല് നമുക്ക് തോന്നും. പിന്നെ എനിക്ക് തോന്നും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പോലീസുകാരനും ഈ കണ്ണൻ എന്ന് പറഞ്ഞ ഗാങ്സ്റ്ററുമായിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എന്തോ ഒരു എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല, എനിക്കെന്തോ ഒരു ലൈക്കായില്ല. പക്ഷെ അതുപടി ദുൽഖറിൻ്റെ അച്ഛനും ഉണ്ട്, പിന്നെ ദുൽഖറും ആ സീനൊക്കെ മാസമായിട്ട് കാണിക്കുമ്പോഴൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദുൽഖർ പക്ഷേ വെള്ളമടിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ട് കേട്ടോ. വെള്ളമടിച്ച് ഡ്രങ്കനായിട്ടുള്ള കുറച്ച് സീനൊക്കെ ബാഡായി തോന്നുന്നുണ്ട്. പിന്നെ ചില സീരിയസ് സിറ്റുവേഷനിലൊക്കെ ഞാൻ ചിരിച്ചു പോയടാ, അങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചു പോട്. ആ സീന് ഞാൻ പറയുന്നില്ല, കാരണം സ്റ്റോറീൻ്റെ ഭാഗമാണ്. പിന്നെന്താ, പിന്നെ ഇത് അവസാനിപ്പിക്കുന്നത് സെക്കൻഡ് പാർട്ട് വരുന്നുള്ള രീതിയിലാണ്. വേണ്ട എന്ന് തോന്നൽ വന്നുപോയി. പക്ഷെ ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് അടിപൊളിയാണെങ്കിൽ അടിപൊളിയാക്കാം. പക്ഷെ പടം മൊത്തത്തിൽ ഒരു സുഖമില്ല. 3-4 സീനൊക്കെ നമുക്ക് വിസിൽ വിളിക്കാം. പിന്നെ മ്യൂസിക്കും ഭയങ്കര അടിപൊളി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് BGM ഇങ്ങനെ ഭയങ്കര വിഷയമായി എനിക്ക് തോന്നി. പിന്നെ വെറുതെ ഇങ്ങനെ ഗുണ്ടകൾ വരും അവസാനത്തേക്കൊക്കെ, വെറുതെ ചുമ്മാ ഗുണ്ടകൾ വന്നിട്ട് ഇങ്ങനെ കൊല്ലും. പിന്നെ അതിൽ കൊല്ലുന്ന സീൻ പറഞ്ഞപ്പോഴാണ് പെന്നൊക്കെ എടുത്ത് കൊല്ലുന്നുണ്ട്. അത് പക്ഷേ ഞാൻ പെട്ടെന്ന് ജോൺ വിക്കായിട്ട് കമ്പയർ ചെയ്തു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം പിന്നെ ചോരയൊക്കെ കാണിക്കുന്നത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. മറ്റേ ഇതിൻ്റെ വയലൻസ് എന്ന് പറയുമ്പോൾ മറ്റേ വിക്രത്തിൻ്റെയൊക്കെ വയലൻസ് ഇല്ലേ, ആ ഫീല് കിട്ടുന്നില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ക്യാമറേൻ്റെ ആ ഒരു പോണ ആംഗിളും ആ ഒരു സംഭവങ്ങളൊക്കെ ആ മോഷനൊക്കെ ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കൊത്ത കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. പിന്നെ RDXും ബോസും ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിലേതെങ്കിലും പൊളിച്ചാൽ ഓണത്തിന് എന്തെങ്കിലും കാണാനുണ്ടാവും. അപ്പോൾ ഓക്കെ ബൈ.